ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം അകറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു പുതിയ ശക്തി നമുക്ക് ചുറ്റും ഇടം പിടിച്ചിരിക്കുന്നു. നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിഗൂഢവും വിഭിന്നവുമായി ഒരു ശക്തി നമ്മുടെ യുവത്വത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഡ്രഗ് മാഫിയ, ഡ്രഗ് ഡോൺ. അമ്മ, എനിക്ക് ബാഗ് വേണം. 2 കള്ളിയില്ല, അല്ല 3 കള്ളിയില്ല. വാങ്ങിക്കാട്ടോ. നാളെ രാവിലെ എണീക്കേണ്ടതല്ലേ, മോള് പോയി കിടന്നു. ശ്രീ കളരിവാതുക്കലമ്മേ കരിവേകിടേണമേ അമ്മേ, തിരുചരണം തൊഴുവതിനായി ശരണം തരണമമ്മേ. അമ്മേ ശ്രീ ദുർഗേ ശ്രീ കളരിവാതുക്കലമ്മേ, മോളെ നോക്കിയിറങ്ങി. ശ്രീ ഭദ്രേ ശ്രീ കളരിവാതുക്കലമ്മേ, മോളെ പോവല്ലേ. ശ്രീ ദുർഗേ ശ്രീ കളരിവാതുക്കലമ്മേ, അമ്മേ ശ്രീ വേഗം തന്നു. ശ്രീ കളരിവാതുക്കലമ്മേ. മൂവന്തി കുങ്കുമതിലകം ചൂടും നിൻ സുന്ദര രൂപം വർണ്ണിക്കാൻ ഹായ്, ടാറ്റാ. വെൺതിങ്കൾ പൊന്നൊളി വിതറും ദേവി നിൻ മഞ്ജുളഹാസം എന്നുള്ളിൽ വന്നു വിളങ്ങണമേ ദേവി. വേഗം കയറി. ഉമ്മ. മോളെ അമ്മ വരാൻ വൈകൂട്ടോ. മോളെ വൈകിട്ടുള്ള ഭക്ഷണം അമ്മ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്, മറക്കാതെ കഴിക്കണേ. പിന്നെ വികൃതി ഒന്നും കാണിക്കല്ലേ. വാ പോവാം. അന്ധകാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ പിഞ്ചു മനസ്സുകളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ കഴുകന്റെ കണ്ണുകളുമായി അവൻ വരുന്നു. ടീം സെന്ററല്ലേ? ഓ, അതൊക്കെ ഉണ്ട്. ടോയ്സ് ഒക്കെ റെഡി അല്ലേ? നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. കുഴപ്പമില്ല, ഇത് നമ്മൾ സ്ഥലമല്ലേ. എനിക്ക് വേറെ ഡെലിവറികളാണ്, അപ്പം ഞാൻ അധികം നിൽക്കുന്നില്ല. ഓ ആയിക്കോട്ടെ. ലഹരിയുടെ മായാലോകം നമുക്കുള്ളിൽ തീർത്ത് അവൻ മടങ്ങുകയാണ്, അടുത്ത ഇരയെയും തേടി. കഴുകന്റെ കണ്ണുകളുമായി ഇവൻ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഇന്നും ആശങ്കയുടെ തീരത്ത് തന്നെ. ഹായ് ഗയ്സ്. ഹായ്. കം ഓൺ. കല്യാണോ? അതെ. ഓക്കേ. എല്ലാം റെഡിയല്ലേ? ഹായ്. പിന്നെന്തല്ല, വാ നോക്കാം. അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മള് വെറുതെ ആയിക്കോട്ടെ. അത് എന്താ ഇതാരല്ലേ ഇത്? നമ്മുടെ നാടിൻ്റെ അവസ്ഥ വല്ലാത്ത കഷ്ടം തന്നെയാ. ഇങ്ങനെ പോയാലേ നമ്മുടെ യുവാക്കളുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെയാണ്.
പോട് പോട് പോട്. ഇതിലൊന്നും ഇടപെടണ്ട, വാ പോവാം. എന്താ ഇവിടുത്തെ സ്ഥിതി? ഇവിടെ ലഹരിയെ കുറിച്ചുള്ള ചർച്ചകൾ വെറും വാട്സപ്പിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന. നമ്മുടെ ടീംസ് ഒക്കെ വരുമല്ലേ അല്ലേ? അത് പിന്നെ വരാണ്ടെന്താ? ദാ 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 ആരോ വരുന്നുണ്ട്. എന്താ ഇത്? നമ്മളെന്തിനാ ഇത് തലയിടാൻ പോകുന്നത്? ഇവരെ കൊണ്ട് വലിയ ശല്യമായി പോയല്ലോ. നാട് മുഴുവൻ ലഹരിക്കെതിരെ പോരാടുമ്പോൾ നിങ്ങളുടെ ഈ മൗനം ഒരർത്ഥത്തിൽ നിങ്ങൾ ഇവർക്ക് നൽകുന്ന സമ്മതമല്ലേ? ഒരു നാൾ ഇത് നിങ്ങളുടെ വീട്ടിലും കയറി വരാം. ഇതെങ്ങനെയൊന്ന് നിർത്താൻ പറ്റുക? പറ്റും. എങ്ങനെ? ഇവള് നമ്മളെ ഇനി വാ പോരി. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ല, ഇന്ന് ഇനി എന്ത് ചിത്ര വരച്ചേ? ഞാൻ ആനേനെ വരച്ചേ. ഓ, ടോയ്സ് എത്തിയല്ലോ. ഇല്ലേ? വാ, ഡോ എന്റെ കൂട്ടുകാരികളെല്ലാം പോയി. ആടെ ഉണ്ട്. വേഗോട്ടെ. ഇതെല്ലാം വെക്കുന്നുണ്ടേ. ഥു. ഥു. ആ തിന്നാ. ഇത് 2 മാമാറാടെ നിൽക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കണേ. ചോക്ലേറ്റ് മക്കള് കഴിച്ചോ? ഏട്ടാ, നിങ്ങൾ എന്റെ മോളെ കണ്ടിനോ? ആ കണ്ടു. ഇപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ട്. എവിടെ പോയി? ഞേടേനു. അത് ഞാൻ പോന്നേ. നിനക്കിതാരാ തന്നേ? ആടെയുള്ള ഏട്ടന്മാർ. എന്തിനാ തന്നേ? മുട്ടായി എന്നോടും കൂട്ടുകാരോടും കഴിച്ചോളാൻ പറഞ്ഞു. ബാക്കിയുള്ള സാധനം അവിടെ കൊടുക്കാൻ പറഞ്ഞു. അവരെന്താ ഒന്നും മിണ്ടാതെ പോയേ? ഇനി അറിയുന്ന ആളായിരിക്കും അല്ലേ? അത് എന്താന്നറിയോ, അവരൊന്നും നമുക്കെതിരെ ഒന്നും അതാണ്. കളിക്കൂല. ആ, നമ്മള് ഭയങ്കര ടീംസാണെന്നേ അത് ശരി. നാട്ടിലെല്ലാവർക്കും. വിട്ടടാ. അവള് കുഞ്ഞല്ലേ, അവളെന്റെ മോളല്ലേ. അവളെങ്കിലും ഒന്നും വെറുതെ വിട്ടുടായിരുന്നോ? അമ്മേ, കരയല്ല അമ്മേ. നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മോളെ. നിനക്കിത് എന്തു പറ്റി? അമ്മേ, പക്വതയില്ലാത്ത ഇളം മനസ്സുകളിൽ വിഷവിത്തുകൾ എറിയാനാണ്
അവർ ഊഴം കാത്തിരിക്കുന്നത്. ആ കരാളഹസ്തങ്ങളിലേക്ക് നമ്മുടെ മക്കൾ എത്താതിരിക്കാൻ നിതാന്ത ജാഗ്രത നമുക്ക് വേണം. നമുക്ക് തെറ്റുപറ്റിയത് ഒരു കാര്യത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു നമ്മൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് തെറ്റായ സ്ഥലത്താണ്. വിശ്വാസം. ഇത് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് മാത്രമേ നമ്മൾ ഈ ആശങ്കയുടെ തീരത്ത് നിന്നും കരകയറുകയുള്ളൂ. ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.